അപ്പൊ നമ്മളെ കടയിലേക്ക് നമ്മളെ ബോർഡ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഫ്രെയിം കൂടെ മേടിച്ചിട്ട് ഇതിന്റെ അളവിൽ നമ്മൾ എന്താക്കിയിട്ട് ഫ്രെയിം ആക്കിണ്ട്. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് പഴയ ഫ്ലെക്സ് എല്ലാം കീറിക്കളയുന്ന തിരക്കിലാണ്. അപ്പൊ നമ്മള് ഇപ്പൊ 3 വർഷം ആവാൻ പോവുകയാണ് നമ്മളെ വർക്ക്ഷോപ്പിന്റെ. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയൊരു വർക്ക്ഷോപ്പിന് ബോർഡൊക്കെ വേണം എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലാണ് ഇത് ചെയ്തത്. നമ്മൾ ഇവിടെയുള്ള ഗുജറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ എന്താക്കിയിട്ടുള്ളത് ഒരു ഫ്രെയിമിനുള്ള ഫണ്ടെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു ബോർഡ്. ഇത് നമുക്ക് ഓയില് ഇറക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ നമുക്ക് സ്പോൺസർ ചെയ്തൊരു ബോർഡായിരുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മൾ 2 വർഷം ആക്കിയത്. അപ്പൊ ഇപ്പം നമ്മൾ എന്താക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളത്തിൽ എന്താക്കിയിട്ടുണ്ട് ഒരു ബോർഡ് സെറ്റാക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇതിനകത്തുള്ള പേരൊക്കെ മാറ്റിയിട്ട് പുതിയൊരു പേരാണ് നമ്മളെ ഈ യൂട്യൂബ് ചാനലിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിന് പേരിട്ടിരിക്കുന്നത്. Q4 ടൂ വീലർ വർക്ക്ഷോപ്പ് എന്നാണ് ആക്കിയിരിക്കുന്നത്. Q4 ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഒരു ഇതും കൊണ്ടാണ് നമ്മൾ ഈ കടയ്ക്ക് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഓൺ വോയിസ് കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പൊ ഇനി നമുക്ക് നേരെ വർക്കിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് ആരും വിചാരിക്കണ്ട. അപ്പൊ ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ വർക്കിലേക്ക് കിടക്കും. അല്ലേ ഉഷ? പിന്നല്ല, ഇങ്ങോട്ട് നോക്കിയിട്ട് പറയൂ. നോക്കി ചെയ്താൽ കൈമുടി അത്ര ബ്ലേഡ് പോലത്തെ സാധനം കൊണ്ട് ചെത്തുന്നോണ്ട് നോക്കാൻ പറ്റില്ല. ഇത് നമ്മളിവിടെ പാക്കിങ് എത്തുന്ന കത്തി കേട്ടോ, കാണുന്നുണ്ടോ? ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, ഫ്ലക്സ് ഒക്കെ കയറി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുതിയ ബോർഡിന്റെ ഒക്കെയാണ്. അപ്പൊ നമ്മളിത് പൂർണ്ണമായി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, നമ്മള് ഫ്ലെക്സിന്റെ മോഡൽ കാണാം. ഷംഷാദ് എന്ത് വർക്ക് ചെയ്താലും അതിൻ്റെതായ നീറ്റിലേ വർക്ക് ചെയ്യുള്ളൂ. പിന്നല്ല, നല്ല നീളത്തിലുള്ള ബോർഡാട്ടോ. ഏകദേശം 11 ഫീറ്റ് അല്ലടാ? 11.3 11.3 ഉള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബോർഡ്, നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളിതിനകത്ത് നമ്മുടെ Q4 ലോഗോ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ട്. എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. അപ്പൊ നമ്മളെ ബോർഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറെ പോരായ്മകളുണ്ട്, നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് പെർഫെക്റ്റ് ഒന്നല്ല. പിന്നെ നമ്മളെ വർക്ക്ഷോപ്പിന്റെ അല്ലേ, ബോർഡാണല്ലോ പ്രധാനം, അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഷർട്ടിനിതാ ഞാൻ ഏണി വെച്ച് അതിന്റെ മേലെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോർഡ് ഷർട്ട് കഷ്ടപ്പെട്ട ഒറ്റ കാര്യം മേലെ കയറ്റിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഹൈറ്റ് കുറവുണ്ട്, എനിക്ക് അത്ര ഹൈറ്റ് എത്തൂലല്ലോ. അതുകൊണ്ട് തന്നെ ഷർട്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് അത് കയറ്റിയിട്ടുള്ളത്. 2 ക്ലാമ്പിലും കുടുങ്ങിയെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇരുടായ കൊണ്ടാണ് വരെയൊക്കെ കാണാത്തത്. ഇങ്ങോട്ട് വരാല്ലേ? അപ്പൊ ഷർട്ട് വിജയശ്രീയിൽ ആളിതനായി ബോർഡ് നമ്മൾ കയറ്റിയിട്ടുണ്ട് വർക്ക്ഷോപ്പിന് മുമ്പിൽ. ഇപ്പാണ് വർക്ക്ഷോപ്പായി. നമുക്കിവിടെ ഇലക്ട്രീഷ്യന്റെ ഒരു ബോർഡും കൂടി വരാനുണ്ട്. അത് സമയബന്ധിതമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് KSEBക്കാരാണ് ഏണിയൊക്കെ തന്നത്. ഏണി കൊടുത്തിട്ട് വരാം. നമ്മളെ മലയാളി ഏണി കൊടുക്കാനായിട്ട് പോകുന്ന പോക്കാണ് കാണുന്നത്. നമ്മൾ കറക്റ്റ് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിന്. നമ്മുടെ ഈ താഴത്തെ ബോർഡ് നമ്മൾ തൽക്കാലം ഒന്ന് ഊരി മാറ്റുകയാണ് കേട്ടോ.
അപ്പൊ നമ്മൾ 3 വർഷമായിട്ട് നമ്മൾ KSEBിനോട് ചേർന്നിട്ടാണ് ഇവിടെ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് KSEBിലൊരു എന്താ പറയാ മണിയേട്ടൻ, നമ്മള് മണിയേട്ടൻ വിളിക്കും. പക്ഷെ ഇങ്ങനെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 10 വർഷമായി. അതന്നെ മുത്താണ്. അടയാളം എന്ന് പറയുന്നത് മണിയേട്ടനായിട്ട് ആദ്യകാലങ്ങളേ ഉള്ള പരിചയമാണ് മണിയേട്ടൻ തലപ്പുഴയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താക്കി 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഇവിടെ കയറ്റുന്നത്. എല്ലാവിധ സഹായവും മണിയേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഏണി മേടിച്ചത് മുതല് അങ്ങോട്ട് ഇനി ഉണ്ടാവും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മണിയേട്ടന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മള് തൊട്ടിപ്പുറത്ത് തന്നെയാണ് KSEBിയുടെ ഓഫീസ് വരുന്നത്. അതുകൊണ്ട് കറണ്ട് ബില്ലൊന്നും കുറച്ചായിരുന്നില്ല. എന്നാലും എല്ലാ സഹകരണത്തിലും മണിയേട്ടൻ ഉണ്ടാവാറുണ്ട്. ഇനി ഉണ്ടാവും. അതന്നെ, ഇനി അങ്ങോട്ടും മണിയേട്ടന് ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടർന്നുള്ള വീഡിയോയില് മണിയേട്ടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഓക്കെ.